2025 നീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. അമൈൻസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് നേച്ചറിന്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ തന്നെന്ന് നോക്കാം. നമുക്ക് തന്ന മോളിക്കൂൾ ഒന്നാമത് തന്നിരിക്കുന്നത് എത്തനമൈൻ ആണ്. CH3 CH2 NH2 എത്തനമൈൻ. ഇതൊരു പ്രൈമറി അമൈൻ ആണ് അല്ലെ. പ്രൈമറി അമൈൻ ഒന്നുമില്ല. നൈട്രജന് മുകളിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. ഒരു ഹൈഡ്രജൻ മാറി ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിരിക്കുക. സോ ഇതൊരു പ്രൈമറി അമൈൻ ആണ്. പ്രൈമറി അമൈൻ ആണെന്നറിയാം എത്തനമൈൻ. അടുത്തത് N-ഈഥൈൽ എത്തനമൈൻ. N-ഈഥൈൽ എത്തനമൈൻ എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെയുള്ള നൈട്രജനിൽ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ആര് വന്നു? ഈഥൈൽ ഗ്രൂപ്പ് വന്നു. സോ അതൊരു സെക്കൻഡറി അമൈൻ ആണ്. സെക്കൻഡറി അമൈൻ 2 ആൽക്കൈൽ ഗ്രൂപ്പ്. നൈട്രജന് 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതൊരു സെക്കൻഡറി അമൈൻ ആണ് അല്ലേ. നെക്സ്റ്റ് അടുത്ത കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അനലിൻ ആണ്. അനലിൻ. ബെൻസീനിൽ NH2 വന്നാൽ ആ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് അനലിൻ. സോ ഇതൊരു പ്രൈമറി അമൈൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്തത് N-മീഥൈൽ അനലിൻ ആണ്. N-മീഥൈൽ അനലിൻ. N-മീഥൈൽ അനലിൻ. യെസ്, ഇതൊരു സെക്കൻഡറി അമൈൻ ആണ്. N-മീഥൈൽ അനലിൻ. ക്ലിയർ അല്ലേ? യെസ്. ഇതിൽ ആരാണ് മോസ്റ്റ് ബേസിക് എന്നാണ് അറിയേണ്ടത്. നിങ്ങൾക്കറിയാം ആൽക്കൈൽ അമീൻസ് ആർ മോർ ബേസിക് ദാൻ അനലിൻ അല്ലേ. ആൽക്കൈൽ അമീൻ മോർ ബേസിക് ആണ്. സോ ഇവര് രണ്ടുപേരും ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് മോസ്റ്റ് ബേസിക്. ബേസിക് നേച്ചറിന്റെ ഡിക്രീസിംഗ് ഓർഡർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ആൽക്കൈൽ അമീൻസ് ആണ് മോർ ബേസിക്. ആരെക്കാളും? അറൈൽ അമീനേക്കാളും. സോ ആൽക്കൈൽ അമീൻ 1 or 2 ആണ് മോസ്റ്റ് ബേസിക്. ഏറ്റവും ബേസിക് നേച്ചർ കൂടിയത് 1 അല്ലെങ്കിൽ 2. ഇവർ രണ്ടുപേരിൽ ആരെ എന്നുള്ളതാണ്. പ്രൈമറി അമൈൻ ആണോ സെക്കൻഡറി അമൈൻ ആണോ? സെക്കൻഡറി ആൽക്കൈൽ അമീൻ ആണോ മോർ ബേസിക് എന്ന് വെച്ചാൽ മക്കൾ പറയും സെക്കൻഡറി ആൽക്കൈൽ അമീൻസ് ആർ മോർ ബേസിക് അല്ലെ. സെക്കൻഡറി ആൽക്കൈൽ അമീൻ മോർ ബേസിക് ആണ്. സോ ഏതാണ് വരിക? N-ഈഥൈൽ. നമുക്ക് നമ്പർ ചെയ്യാം. 1, 2, 3, 4. ഏതാണ് മോസ്റ്റ് ബേസിക് വെച്ചാൽ 2 ആണ് മോസ്റ്റ് ബേസിക് ആൽക്കൈൽ അമീൻ. പിന്നെ വരെ 1 ആണ്. ആൽക്കൈൽ അമീൻസ് ആർ മോർ ബേസിക്. ഇനി അനിലിനാണോ N-മീഥൈൽ അനിലിനാണോ മോർ ബേസിക് എന്ന് വെച്ചാൽ സെക്കൻഡറി അമീൻ ആരാ? N-മീഥൈൽ അനിലിൻ അല്ലേ. സോ പിന്നെ ബേസിക് ആരാ? 4ാമത്തതാണ്. പിന്നെ 3ാമതാണ്. അനിലിൻ ലീസ്റ്റ് ബേസിക് ആണ്. അനിലിന് കാരണം നൈട്രജന് മുകളിൽ ലോൺ പെയർ ആരുമായിട്ട് കോൺജുഗേറ്റ്? പൈബോണ്ട്. ബെൻസീൻ നിങ്ങളെ പൈബോണ്ടുമായിട്ട് കോൺജുഗേഷൻ ഉണ്ട്. ആ ലോൺ പെയർ ബെൻസീൻ നിങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും റെസൊണൻസ് സ്റ്റെബിലൈസേഷന് വേണ്ടി. സോ ലോൺ പെയർ അവൈലബിൾ ആവൂല. സോ ഏറ്റവും മോസ്റ്റ് ബേസിക് ആരാണെന്ന് വെച്ചാൽ N-ഈഥൈൽ എത്തനമൈൻ. പിന്നെ വരുന്ന എത്തനമൈൻ. പിന്നെ N-മീഥൈൽ അനിലിൻ. ലാസ്റ്റ് ഈസ് ബെൻസനമൈൻ.